ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ശബരിമല സന്നിധാനത്തെത്തും. വൈകുന്നേരം 6:40-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കടത്തിവിടുന്നതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 22-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തും. പമ്പയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. വൈകിട്ട് 6 മണിക്ക് സന്നിധാനത്ത് എത്തിച്ചേരുന്ന തങ്കയങ്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 6:30 മണിക്ക് നമ്മുടെ കൊടിമര ചോട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും പോലീസിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അതിനെ സ്വീകരിക്കും. 6:30 മണിക്ക് തങ്കയങ്കി ചാർത്തി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ ദീപാരാധന നടക്കും. അന്ന് 11 മണിക്കാണ് ഹരിവരാസനം. പിറ്റേന്ന് രാവിലെ 26-ന് ഉച്ചയ്ക്ക് 12-നും 12:30-ക്കുമുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്നതിനാൽ പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണമുണ്ട്. രാവിലെ 11 മുതൽ വൈകുന്നേരം 5 മണി വരെ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഉച്ചപൂജയ്ക്ക് ശേഷം അടക്കുന്ന നട 5 മണിക്ക് മാത്രമേ തുറക്കൂ. ദീപാരാധനയ്ക്ക് ശേഷം തങ്കയങ്കി ചാർത്തിയുള്ള ദർശനം അനുവദിക്കും. കൈരളി ന്യൂസ്, സന്നിധാനം.